So, hello and welcome to Nice Academy. Welcome to our daily news analysis. So, 11 September 2025, Hindu newspaper vanilla important articles are discussed. The first article, Trump Modi signal trade negotiation may resume. അപ്പം ഈ ആർട്ടിക്കിളിന് മുന്നേ നമ്മൾ കഴിഞ്ഞ കുറച്ച് ആർട്ടിക്കിളിലായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യമായിരുന്നു ഇന്ത്യ US തമ്മിലുള്ള ഒരു ടെർമോയിൽ. ദാറ്റ് മീൻസ് റഷ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് ട്രംപ് നമുക്ക് എക്കണോമിക് സാങ്ഷൻസുകളും അതുപോലെ തന്നെ 50% ടാരിഫും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോ അത് വകവെക്കാതെ തന്നെ നമ്മൾ വീണ്ടും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പൊ വീണ്ടും ആ ട്രേഡ് നെഗോസിയേഷൻസ് തിരിച്ചു കൊണ്ടുവരാം, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നൊരു കണ്ടീഷൻസ് ആണ് ഇപ്പം നടക്കുന്ന ടോക്സ് എന്ന് പറയുന്നത്. അതാണ് ഈ ആർട്ടിക്കിൾസിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇന്ത്യ US ട്രേഡ് റിലേഷൻസ് നിലവിലുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? Trade talks between India and US are set to resume with both President Trump and Prime Minister Modi exchanging positive statements about future negotiations. That means ഇത്തരത്തിലുള്ളൊരു താരിഫ് ഹൈക്കൊക്കെ നടത്തിയായിരുന്നാൽ പോലും ഇന്ത്യ അത് വകവെച്ചില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ടേക്ക് നല്ല രീതിയിലുള്ള നെഗോസിയേഷൻസിൽ മുന്നോട്ട് പോകാമെന്നാണ് രണ്ട് ലീഡേഴ്സും ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു റിലേഷൻ സ്ട്രെയിൻ ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ റിലേഷൻസിലൊരു ഇഷ്യൂസ് വരാനുള്ള കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 50% താരിഫ് അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമർത്തിയിട്ടുണ്ടായിരുന്നു. എന്തിനായിരുന്നു? ഇമ്പോർട്ടിങ് റഷ്യൻ ഓയിൽ. അതായത് ഉക്രൈൻ വാറൊക്കെ ആയതിനു ശേഷം റഷ്യയും US തമ്മിൽ നല്ല റിലേഷൻ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ US നിന്ന് മാറി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്തരത്തിലുള്ള താരിഫ് അമേരിക്ക നമുക്ക് മേൽ ചുമത്തിയിട്ടുണ്ടായിരുന്നത്. Okay, so despite these tensions, both nations continued cooperation in defense and space sectors, and Indian officials have engaged in intensive outreach with US lawmakers, think tanks and agencies. അപ്പോൾ ഈ ഒരു ടെൻഷൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ രണ്ട് രാജ്യങ്ങളും നമുക്ക് വീണ്ടും നമ്മുടെ ട്രേഡ് റിലേഷൻസും അതുപോലെ തന്നെ കോപ്പറേഷൻസും കൊണ്ടുവരാം. ഇതിലുണ്ടായിരിക്കുന്ന ഇഷ്യൂസുകളൊന്നും കാര്യമാക്കുന്നില്ല എന്നാണ് രണ്ട് ലീഡേഴ്സും ഇതിൽ പറയുന്നത്. അതായത് പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് കീ ഇഷ്യൂസ്? അത് ഈ ഒരു നെഗോസിയേഷനിൽ ഉണ്ടാവാൻ പോകുന്ന കീ ഇഷ്യൂസുകൾ എന്തൊക്കെയായിരിക്കും? ഏറ്റവും വലിയൊരു ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുന്നത് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. അതായത് ഇനിയൊരു നെഗോസിയേഷൻ ഉണ്ടാകുന്ന സമയത്ത് നല്ല രീതിയിൽ ട്രേഡ് റിലേഷൻസ് കൊണ്ടുപോകാം. സോ ആ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വരുന്ന സമയത്ത് നമ്മുടെ അമേരിക്ക ചുമത്തിയിരിക്കുന്ന താരിഫ് ഹൈക്ക്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഡിമാൻഡ്, നിങ്ങൾ ഇനി താരിഫ് നൽകിയാൽ പോലും ഞങ്ങൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, ഈവൻ തോ നിങ്ങൾ എത്ര സാങ്ഷൻസ് നൽകിയാൽ പോലും. അപ്പോൾ ഇത്തരം കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ടും ചലഞ്ചസുകളായിട്ട് വരുന്നത്. അതായത് ഓൾറെഡി ഒരു നല്ല റിലേഷൻസിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി US നമുക്കെതിരെ ചാർത്തിയിട്ടുള്ള ഒരു താരിഫ് ഹൈക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആവശ്യമാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. ഇന്ത്യ ഹാസ് റെസിസ്റ്റഡ് US calls to cut Russian oil imports, calling it a sovereign decision. അതായത് ഇന്ത്യ ഓൾറെഡി അമേരിക്കയുടെ തീരുമാനത്തെ എതിർത്തിട്ടുണ്ടായിരുന്നു. എന്തിനാ? റഷ്യൻ ഓയിൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്ത സമയത്താണ് ഈ ഒരു താരിഫ് ഹൈക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനെ ഇന്ത്യ ശക്തമായി എതിർത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ പറഞ്ഞു ഇതൊരു രാജ്യത്തിന്റെ സോവറിൻ ഡിസിഷൻ ആണ്, അതിനകത്ത് നിങ്ങൾ മറ്റൊരു രാജ്യം ഇടപെടേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ഞങ്ങളുടെ മാർക്കറ്റ് നീഡ്സിനനുസരിച്ചിട്ട് ഞങ്ങൾ മറ്റൊരു വെണ്ടറിനെ തേടി അവിടുന്ന് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിലൊരിക്കലും അമേരിക്ക കൈകടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, formal dates for fresh FTA talks have not been announced, but both countries indicate readiness to conclude discussion and to achieve a successful conclusion. അതായത് ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ ഒരു വ്യക്തമായുള്ള ഡേറ്റോ കാര്യങ്ങളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ബട്ട് ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് കൊണ്ടുവരാം, അതിലൂടെ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പാർട്ണർഷിപ്പിലേക്ക് വീണ്ടും മുന്നോട്ട് പോകാം എന്നാണ് രണ്ട് ലീഡേഴ്സും തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, ഡിപ്ലോമാറ്റിക് ഔട്ട്റീച്ച് ആൻഡ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് എന്തൊക്കെയായിരിക്കും? ഇന്ത്യൻ അംബാസിഡേഴ്സ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ അംബാസിഡേഴ്സ്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഒഫീഷ്യൽസും, അതുപോലെ തന്നെ നമ്മുടെ US കോൺഗ്രസ് മെമ്പേഴ്സുമായിട്ടൊക്കെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വീണ്ടും കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Okay, both leaders publicly reaffirmed their commitment to unlocking the limitless potential of India-US economic partnership. അതായത് ഇനീഷ്യൽ ഫേസിൽ അമേരിക്ക നമ്മളെ ഒന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഭയം കണ്ട് നമ്മൾ പിന്നോട്ട് പോയില്ല എന്ന് കണ്ടതുകൊണ്ട് വീണ്ടും തിരിച്ച് രണ്ട് ലീഡേഴ്സും എന്തിലേക്ക് വരികയാണ്? നമുക്ക് നമ്മുടെ ഇത്തരത്തിലുള്ള ഇഷ്യൂസുകളും ടെർമോയിൽസൊക്കെ നമുക്ക് ഒഴിവാക്കാം. നമുക്കൊരു ലിമിറ്റ്ലെസ് പൊട്ടൻഷ്യലാണ് ഇന്ത്യ-US റിലേഷൻസിൽ വരുന്നത്. സോ നമുക്കത് വീണ്ടും അത് റീഗെയിൻ ചെയ്തെടുക്കാം. എന്നാൽ മാത്രമേ രണ്ട് രാജ്യങ്ങൾക്കും ഒരേ രീതിയിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളതാണ് രണ്ട് ലീഡേഴ്സും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്.
In policy signals and strategic autonomy, India maintains a firm stand on economic sovereignty, particularly in energy security, while continuing active trade negotiations. അപ്പോൾ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഇന്ത്യയുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള അമേരിക്കൻ സാങ്ഷൻസുകളോ കാര്യങ്ങളോ വരുന്ന സമയത്ത് ഇന്ത്യ അതിനെ ഭയപ്പെട്ടുകൊണ്ട് അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന സ്റ്റാൻഡായിരുന്നു. ബട്ട് ഈ ഒരു കണ്ടീഷൻസിൽ ഇന്ത്യ US വളരെ നല്ല റിലേഷൻ നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അമേരിക്ക സാങ്ഷൻ നൽകിയ സമയത്താണ് പോലും നമുക്ക് ആ ഫ്രണ്ട്ഷിപ്പ് ആവശ്യമായിട്ടുള്ള ഞങ്ങളുടെ മാർക്കറ്റ് നീഡ്സ് ആണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നത് കൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഭയന്നിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു ആർട്ടിക്കിൾ ഒരു ഫിലോസഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇന്ത്യ എപ്പോഴും ഫേം സ്റ്റാൻഡ് എടുക്കുന്നത് മറ്റു രാജ്യങ്ങൾ ഫോക്കസ് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ എക്കണോമിക് സോവറിനിറ്റിയും energy security. Okay, both sides are seeking to stabilize and further economic ties despite global geopolitical uncertainties. അതായത് ഏതൊക്കെ തരത്തിലുള്ള ഗ്ലോബൽ അൺസർട്ടനിറ്റീസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ എക്കണോമിക് ആൻഡ് ട്രേഡ് പാർട്ണർഷിപ്പിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതാണ് രണ്ട് രാജ്യങ്ങളും തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഫ്രണ്ട്ഷിപ്പ് മോഡിനെക്കാട്ടും കൂടുതൽ നമുക്കൊരു ബിസിനസ് ടോക്കിലേക്ക് പോകാം എന്നാണ് രണ്ട് രാജ്യങ്ങളും തീരുമാനമെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ദ വേ ഫോർവേഡ് ഓൺ കച്ചത്തീവ് പാക് സ്ട്രേറ്റ് ഡിസ്പ്യൂട്ട്. അപ്പം ഈ ആർട്ടിക്കിൾസിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഇന്ത്യ ശ്രീലങ്ക റിലേഷൻസ് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഇന്ത്യ ശ്രീലങ്ക എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വളരെ ചെറിയൊരു കടലെടുക്കാണ് ഇന്ത്യ ശ്രീലങ്കനെ വേർപെടുത്തുന്നത്. അതിനാണ് നമ്മൾ പാക് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പാക് സ്ട്രേറ്റിൽ കാണപ്പെടുന്ന ഒരു ദ്വീപാണ് കച്ചാത്തീവ് ഐലൻഡ്. ദാറ്റ് മീൻസ് ഏകദേശം 1.15 കിലോമീറ്റർ സ്ക്വയർ ഉള്ള ഒരു വളരെ ചെറിയൊരു ദ്വീപാണ് കച്ചാത്തീവ് ഐലൻഡ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഇന്ത്യയുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് തമിഴ്നാട് സൈഡാണ്. അതുപോലെ തന്നെ ശ്രീലങ്കൻ, അതായത് ശ്രീലങ്കയിലെ ഏറ്റവും ടോപ്പ് സൈഡ് എന്ന് പറയുന്നത് തമിഴ് വംശജർ ജീവിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഓക്കെ, ഇത് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊളോണിയൽ ഇറ കാലഘട്ടത്തിൽ കുറച്ച് തമിഴൻസിനെ അവിടെ കൊണ്ടുപോയി അവിടുത്തെ ടീ പ്ലാന്റേഷൻസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തന്നെയാണ് വീണ്ടും ശ്രീലങ്കയിൽ ഇപ്പോൾ തമിഴ് വംശജരായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഈ രണ്ട് കണ്ടക്സ്റ്റും നിങ്ങളുടെ മൈൻഡിൽ ഓർത്ത് വെക്കാം. നമുക്ക് ആർട്ടിക്കിളിലേക്ക് പോവാം. ഓക്കെ, സോ എന്താണ് ഈ ഒരു ആർട്ടിക്കിൾസിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യം? അപ്പോൾ കച്ചാത്തീവ് ആൻഡ് പാക് സ്ട്രേറ്റ് ഡിസ്പ്യൂട്ട്സ് സെന്റർ ഓൺ ഫിഷിംഗ് റൈറ്റ്സ്. അപ്പോൾ മെയിൻ ആയിട്ട് ഫിഷിംഗ് റൈറ്റ്സ് ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ഇഷ്യൂ നടക്കുന്നത്. മറൈൻ റിസോഴ്സ് ഷെയറിംഗ് ആൻഡ് സോവറിനിറ്റി ബിറ്റ്വീൻ ഇന്ത്യ എസ്പെഷ്യലി തമിഴ്നാട് ആൻഡ് ശ്രീലങ്ക. അപ്പോൾ കച്ചാത്തീവ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്മോൾ ഐലൻഡ് ആണ്. നമ്മുടെ പാക് സ്ട്രേറ്റിൽ നിൽക്കുന്ന ഒരു വളരെ ചെറിയൊരു ഐലൻഡ് ആണ്. 1974 എഗ്രിമെന്റ് പ്രകാരം നമ്മുടെ കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നമ്മുടെ ബ്രിട്ടീഷിന്റെ അധീനതയിലായിരുന്നുണ്ടായിരുന്നത്. അതിനുശേഷം 1974 അഗ്രിമെന്റ് പ്രകാരം ഈ കച്ചാത്തീവ് ഐലൻഡ് ശ്രീലങ്കയ്ക്ക് നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ സോവറിനിറ്റി ശ്രീലങ്കയ്ക്ക് ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നിരുന്നാൽ പോലും അവിടെയുള്ള ആളുകളുടെ ട്രഡീഷണൽ ഫിഷിംഗ് പ്രാക്ടീസസും ലൈവ്ലിഹുഡ് പ്രാക്ടീസും കംപ്ലീറ്റ്ലി ഇന്ത്യൻ സൈഡിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ആളുകൾ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ ഒരു കൾച്ചറൽ ട്രഡീഷൻസ് ആണ് കച്ചാത്തീവ് ഐലൻഡിലെ ആളുകളും സ്വീകരിച്ചു പോകുന്നത്. ആ രാജ്യം അല്ലെങ്കിൽ ആ ഒരു ഐലൻഡ് കംപ്ലീറ്റ്ലി ശ്രീലങ്കൻ അണ്ടറിലാണെങ്കിൽ പോലും ആ ട്രഡീഷൻസ് ഇന്ത്യൻ ട്രഡീഷൻസ് ആണ് അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റീസെന്റ് ഇയേഴ്സ് ആയിട്ട്, അപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു ടെൻഷൻസ് ഇന്ത്യ ശ്രീലങ്ക തമ്മിൽ നടക്കുന്ന മെയിൻ ടെൻഷൻ എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. ദാറ്റ് മീൻസ് രണ്ട് രാജ്യങ്ങളുടെ നിങ്ങൾ ബോർഡർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലായിരിക്കും കൂടുതൽ ഫിഷിംഗ് ആക്ടിവിറ്റീസ് നടക്കുന്നത്. പലപ്പോഴും ബോർഡർ കടന്ന് ശ്രീലങ്കൻ ബോർഡർ എത്തുന്ന സമയത്ത് നമ്മുടെ ഫിഷേഴ്സിനെ വെടിവെക്കുന്ന കാര്യങ്ങളും അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസുകൾ പലപ്പോഴും നിങ്ങൾക്ക് ന്യൂസിൽ കാണാവുന്നതാണ്. അപ്പം അതാണ് ഈ ഒരു ആർട്ടിക്കിൾസിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്. Recent years have been tension rise over Indian trawlers using destructive bottom trawling methods in Sri Lankan waters and restriction on traditional access for small scale Tamil fishers. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇവിടെ ഞാനൊരു കേസ് കണ്ടിട്ടുണ്ടായിരുന്നു, ബോട്ടം ട്രോളിംഗ്. ദാറ്റ് മീൻസ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോട്ടം ട്രോളിംഗ് എന്നുള്ളത്. അപ്പോൾ ബോട്ടം ട്രോളിംഗ് എന്ന് പറയുന്നത് ഓക്കെ, സോ ഈ ഒരു പ്രൊസീജിയറിനാണ് നമ്മൾ ബോട്ടം ട്രോളിംഗ് എന്ന് പറയുന്നത്. അതായത് വലിയൊരു ഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ഫിഷിംഗ് ബോട്ടിൽ അവർ ട്രോളിംഗ് നെറ്റ്സുകൾ എന്ത് ചെയ്യും, ഏറ്റവും ലോവസ്റ്റ് ഏരിയയിലൂടെ, അതായത് ഏറ്റവും താഴെ കൂടുന്ന ഈ ഒരു ഫിഷിംഗ് നെറ്റ് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതായത് ആ ഒരു കംപ്ലീറ്റ് മറൈൻ റിസോഴ്സ്, അതായത് കംപ്ലീറ്റ് ഫിഷസിനെയും അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് സ്മോൾ ഫിഷിംഗ് ബോട്ട്സ് ഒക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഫിഷിംഗ് ബോട്ട്സ് ഒക്കെ ഉപയോഗിച്ച് വരുന്ന ആളുകൾക്ക് ഫിഷിംഗ് റിസോഴ്സുകൾ അവർക്ക് ലഭിക്കില്ല. കാരണം കംപ്ലീറ്റ്ലി ഈ ഒരു ട്രോളിങ്ങിലൂടെ അവർ കൊണ്ടുപോയി. അതുപോലെ തന്നെ ട്രോളിംഗ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷസുകൾ ഇടുന്ന എഗ്സ് അല്ലെങ്കിൽ ലേ ചെയ്യുന്ന എഗ്സുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അടുത്ത പ്രജനനത്തിന് പറ്റാതെ നമ്മളെ ഈ ഒരു നെറ്റിൽ കുടുങ്ങിയിട്ട് അടുത്തൊരു കാലഘട്ടത്തിലേക്കുള്ള ഫിഷിംഗ് റിസോഴ്സസ് അല്ലെങ്കിൽ ഫിഷ് റിസോഴ്സസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ ട്രോളിംഗ് പലപ്പോഴും നിരോധിക്കപ്പെടുന്നത്.
ഓക്കെ, ഈ ബോട്ടം ട്രോളിംഗ്. അപ്പം ഇന്ത്യൻ ട്രോളേഴ്സ് വലിയ ഷിപ്പുകളും വലിയ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബോട്ടം ട്രോളിംഗ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്മോൾ സ്കെയിൽ ഫിഷേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫിഷസിന് അവിടെ കിട്ടാറില്ല. Livelihood versus conservation. Fishing communities in Tamil Nadu and North Sri Lanka have shared history and depends on Park State for sustenance. That means ഈ തമിഴ്നാട്ടിലുള്ളതാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലുള്ളതാണെന്നുണ്ടെങ്കിലും ഈ ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ മറൈൻ റിസോഴ്സ്, എസ്പെഷ്യലി ഫിഷസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതാണ് അവരുടെ ജീവിത മാർഗം എന്ന് പറയുന്നത്. അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നതും ഈ പാർക്ക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയ ആണ്. ഓക്കെ, disputes today are worsened by mechanized bottom trawling which depletes fishing stocks and damage habitats, with Sri Lanka banning such trawling since 2007. അപ്പോൾ ഈ ബോട്ടം ട്രോളിംഗ് എപ്പോഴും അല്ലെ മെക്കാനൈസ്ഡ് ആയിട്ടുള്ള ബോട്ടം ട്രോളിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എന്തുണ്ടാക്കുന്ന ഇഷ്യൂ ആണ്? ദാറ്റ് മീൻസ് ഒരു ഡാമേജ് ഉണ്ടാക്കുന്നത്, മറൈൻ റിസോഴ്സിനെ കംപ്ലീറ്റ് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്. ശ്രീലങ്ക 2017 തന്നെ ഈ ഒരു ബോട്ടം ട്രോളിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു മെക്കാനൈസ്ഡ് ബോട്ടം ട്രോളിംഗ് മെത്തേഡ് അവർ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ തോ ഇന്റർനാഷണൽ കൺവെൻഷൻസ് ആയിട്ടുള്ള UN ക്ലോസ്, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓഫ് ലോ ഓഫ് ദ സീ, അതുപോലെ തന്നെ FAO അതിനകത്തൊക്കെ പറയുന്ന കോഡ് ഓഫ് കണ്ടക്റ്റും മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബോട്ടം ട്രോളിംഗ് മെത്തേഡുകൾ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ UN ക്ലോസും FAO ഒക്കെ ഓൾറെഡി അവരുടെ നിയമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള ബോട്ടം ട്രോളിംഗ് ഡിസ്ട്രക്റ്റീവ് ആണ്, അതുകൊണ്ട് ആ ഒരു പ്രാക്ടീസ് നിങ്ങൾ ഫിഷിങ്ങിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് സോഷ്യൽ ഡയമെൻഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ community level solutions and sensitization are needed to repair trust, including acknowledging hardship faced by northern Sri Lankan fishers and avoiding portraying either side as aggressors. അപ്പോൾ മെയിൻ ആയിട്ട് പറയുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ നോക്കുന്ന സമയത്ത് ഈ ശ്രീലങ്കയിലെ ടോപ്പ് സൈഡിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ശ്രീലങ്കയിലുള്ള തമിഴ് വംശജരും ഇതേപോലെ തന്നെ ഫിഷിംഗ് ആക്ടിവിറ്റീസ് ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പം അവർക്കെതിരെയുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഇന്ത്യൻ സൈഡ് ചെയ്തത് എന്നുള്ളൊരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം അവരിലേക്ക് എത്തിക്കുന്നതിന് പകരമായിട്ട് അക്നോളജ് ചെയ്യുക. ഓക്കെ, ഈ ഒരു അതായത് ഇപ്പോൾ ഓൾറെഡി ഇവരെ ട്രസ്റ്റ് ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ട്രസ്റ്റ് ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്മോൾ സ്കെയിൽ ഫിഷേഴ്സിന് ഫിഷ് കിട്ടുന്നില്ല, ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ ബോട്ടം ട്രോളിങ്ങിലൂടെ എല്ലാ ഫിഷസിനെയും കൊണ്ടുപോകുന്നു. അപ്പോൾ ഓൾറെഡി ട്രസ്റ്റ് ബ്രേക്ക് ആണ്. അപ്പോൾ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിയമങ്ങൾ മാത്രം പോരാ, എന്ത് വേണം? നിങ്ങൾ നോർത്തേൺ ശ്രീലങ്കൻ ഫിഷേഴ്സിനെയും കൂടെ കൺസിഡർ ചെയ്യണം. അവരുടെ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു റെസൊല്യൂഷൻസ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ തെറ്റ് ചെയ്തു, നിങ്ങളത് മാറ്റണം എന്ന് പറയുന്നില്ല. ബിക്കോസ് അത് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എയ്തർ സൈഡ് അഗ്രസേഴ്സ് ആയിട്ട് മാറും. ഓക്കെ, ഒന്നുകിൽ ഇന്ത്യൻ സൈഡ് മാറും, അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ ശ്രീലങ്കൻ സൈഡിലുള്ള തമിഴ് വംശജരാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മാറും. Okay, during the Sri Lankan civil war, Tamil refugees found shelter and support in Tamil Nadu, highlighting shared bond and history. അപ്പോൾ ശ്രീലങ്കൻ വാറൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കച്ചാദ്വീപ് ഐലൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർത്തേൺ ശ്രീലങ്കയിലുള്ള ആളുകളായിക്കോട്ടെ, അവരൊക്കെ പലപ്പോഴും നമ്മുടെ തമിഴ്നാട്ടിലാണ് അവരുടെ റെഫ്യൂജി അല്ലെങ്കിൽ അവരുടെ ഒരു ഷെൽട്ടർ സ്റ്റാറ്റസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആളുകൾക്കും ഒരു ഷെയർഡ് ആയിട്ടുള്ള ബോണ്ടുകളുണ്ട്, ഷെയർഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും നിങ്ങൾ ബ്രേക്ക് ചെയ്യരുതെന്നാണ് പറയുന്നത്. ലീഗൽ ആൻഡ് സോവറിറ്റി ആസ്പെക്ട്സ്, ഇന്റർനാഷണൽ ലോ അപ്ഹോൾഡ്സ് ബൗണ്ടറി ട്രീറ്റീസ് ആസ് ബൈൻഡിങ്. അതായത് നമ്മൾ നേരത്തെ UNCLOS അല്ലെങ്കിൽ FAO ഒക്കെ പറഞ്ഞ പോലെ തന്നെ ട്രീറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഒരു റെഗുലേറ്ററി മെത്തേഡ് അല്ല, അതൊരു ബൈൻഡിങ് ആണ്. ദാറ്റ് മീൻസ് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു നിയമം ഇറക്കുന്നു, ആ നിയമം നിങ്ങൾ പാലിച്ചേ മതിയാവും. ഓക്കെ, അതാണ് ബൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പം UNCLOS ഒക്കെ ഓൾറെഡി നൽകിയിട്ടുള്ള ഒരു നിയമം, അതായത് ബോട്ടം ട്രോളിംഗ് പാടില്ല എന്നുള്ളത് ബൈൻഡിങ് ആണ്. എന്നിരുന്നാൽ പോലും പലപ്പോഴും ഈ ഒരു ബോട്ടം ട്രോളിംഗ് ഒന്നും ബാൻ ചെയ്ത കാര്യങ്ങളൊന്നും ആരും വകവെക്കാറില്ല, അവർ ബോട്ടം ട്രോളിംഗ് കൊണ്ടുപോവാണ്. Okay, the common misconception include the brief belief that Kachativu is central to the full fisheries dispute, or that prior to Indian government's unjustified gifted it away. Okay, so both countries have a history of negotiated settlements and legal precedents dating back to the colonial eras. അപ്പം ഈ രണ്ട് രാജ്യങ്ങൾക്കും ഒരു കൊളോണിയൽ കാലഘട്ടം മുതലേ തന്നെ ഒരു ഷെയർഡ് ഹിസ്റ്ററി ഈ രണ്ട് രാജ്യങ്ങൾക്കുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു പാത്വേസ് തന്നെ ഒരു കോർപ്പറേഷനിലേക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ട്, ഇക്വിറ്റബിൾ ഷെയറിംഗ്. അതായത് ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ ശ്രീലങ്കൻ വംശജരായിട്ടുള്ള ആളുകളായിക്കോട്ടെ, രണ്ടുപേർക്കും ഒരു അഗ്രീഡ് ആയിട്ടുള്ള ഫിഷിംഗ് ഡേയ്സ് അല്ലെങ്കിൽ ഫിഷിംഗ് സോണുകൾ കൊടുക്കുക. അതായത് മറ്റൊരാൾ വന്ന് കംപ്ലീറ്റ് ഫിഷസിനെ ക്യാച്ച് ചെയ്ത് കൊണ്ടുപോയെന്ന് പറയരുത്, ഒരു ഈക്വൽ ആയിട്ടുള്ള ഷെയറിംഗ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഫ്രെയിംവർക്ക് രണ്ട് രാജ്യങ്ങളും കൂടി കൊണ്ടുവരാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ക്രോസ് ബോർഡർ കോർപ്പറേഷൻസ്, കമ്മ്യൂണിറ്റീസിനെ എൻഗേജ് ചെയ്യിപ്പിക്കാം. സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള പോളിസികൾ, അതായത് ബോട്ടം ട്രോളിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് മറ്റേതെങ്കിലും ട്രോളിംഗ് മെത്തേഡ്സുകളോ കാര്യങ്ങളോ കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഡിപ്ലോമസി ആൻഡ് നെയ്ബർഹുഡ് പോളിസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന കാര്യമാണ് ഇന്ത്യാസ് നെയ്ബർഹുഡ് ഫസ്റ്റ്. അതായത് ഇന്ത്യ എപ്പോഴും ഒരു നെയ്ബർഹുഡ് പോളിസി എടുക്കുന്ന സമയത്ത് ഇന്ത്യയുടെ അയൽക്കാരെയാണ് ഇന്ത്യ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്.
ഓക്കെ, അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏറ്റവും നല്ല അയൽക്കാരനാണ് നമ്മൾ ശ്രീലങ്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീലങ്കയായിട്ട് നല്ലൊരു ഗുഡ് വില്ല് കൊണ്ടുവരേണ്ടതും ഇന്ത്യയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഇന്ത്യ ഫോക്കസ് ചെയ്യുന്ന ഒരു ഡിപ്ലോമസി എന്ന് പറയുന്നത് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയാണ്. മറ്റു രാജ്യങ്ങളെക്കാൾ കൂടുതൽ നെയ്ബർഹുഡിനെ ഫോക്കസ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇത്രയുമാണ് ഈ ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, എ ജോയിന്റ് ആൻഡ് ന്യൂ ജേർണി അലോങ് ദ SCO പാത്വേ. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾ SCO എന്നുള്ളത് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ പ്രിലിംസ് നോട്ടിൽ എഴുതുക. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കും. ഓക്കെ, SCO എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. GS-2 ഇന്റർനാഷണൽ റിലേഷൻസ്, GS-3 സെക്യൂരിറ്റി ആൻഡ് എക്കണോമി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് നേരത്തെ നമുക്ക് അറിഞ്ഞ പോലെ തന്നെ US ഇന്ത്യ റിലേഷനിൽ നിന്ന് ഒരു ചെറിയൊരു വിള്ളൽ വന്ന സമയത്ത് ഇന്ത്യ ചൈനയുമായിട്ട് റിലേഷൻ വെക്കുന്ന കാര്യം നമ്മൾ റീസെന്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പല ന്യൂസുകളിലാണെങ്കിലും. അപ്പം ചൈന ലെഡ് ചെയ്തിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കോഓപ്പറേഷനാണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. 2017 മുതൽ ഇന്ത്യ ഇതിന്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ പോലും പല മീറ്റിങ്ങുകളിൽ ഇന്ത്യ പങ്കെടുത്തിട്ടില്ല, പല മീറ്റിങ്ങുകളിലും ഇന്ത്യനെ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ചൈന എപ്പോഴും ഇന്ത്യനെ ഒരു റൈവലറി പാർട്ണറായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ബട്ട് റീസെന്റ് ആയിട്ട് US-ൽ നിന്ന് വിട്ട് നിന്ന് ചൈനയുമായിട്ട് ഒത്തുചേരാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ എന്താണ് ചൈന അംഗീകരിക്കുകയും അതുപോലെ തന്നെ ഷാങ്ഹായ് കോഓപ്പറേഷൻ്റെ അകത്ത് ഒരു വളരെ വലിയൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അപ്പം വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റീജിയണൽ ഗ്രൂപ്പിംഗ് ആണ് ഈ ഒരു ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. ഏകദേശം 23 മെമ്പർ കൺട്രീസ് ആണ് ഈ ഒരു കോർപ്പറേഷൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത്. അപ്പം മെയിൻ ആയിട്ട് ഏഷ്യൻ സൈഡിലുള്ള രാജ്യങ്ങളാണ് ഈ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഈസ്റ്റേൺ സൈഡിലുള്ള കൺട്രീസ്. The summit focused on advancing regional friendship, cooperation and high quality development, marking 24 years of SCO's existence. അതായത് 24 വർഷമായി SCO വന്നിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഈ ഒരു സമ്മിറ്റ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ ഫ്രണ്ട്ഷിപ്പ്. ആ റീജിയണൽ സൈഡിലുള്ള ഈസ്റ്റേൺ സൈഡിലുള്ള എല്ലാ രാജ്യങ്ങളും ഒരു റീജിയണൽ ഗ്രൂപ്പിംഗ് ഉണ്ടായിരിക്കണം, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കണം, കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. എല്ലാ രാജ്യങ്ങളും ഒരേ രീതിയിലുള്ള ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിലൂടെ മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 4 സെക്യൂരിറ്റി സെന്റേഴ്സ് ടിയാൻജിൻ, അതായത് ചൈന പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ SCOന്റെ ഭാഗമായിട്ട് നമുക്കൊരു 4 സെക്യൂരിറ്റി സെന്റേഴ്സ് ആവശ്യമായിട്ടുണ്ട്. എന്തൊക്കെ സെക്യൂരിറ്റീസ് ആണ് പറയുന്നത്? SCO കൗണ്ടറിംഗ് സെക്യൂരിറ്റി ചലഞ്ചസ്, SCO ആന്റി ഡ്രഗ് സെന്റർ ആൻഡ് SCO ഡെവലപ്മെന്റ് ബാങ്ക്. അപ്പൊ തുടങ്ങിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണം. അപ്പൊ വേൾഡ് ബാങ്ക് എന്നൊക്കെ പറയുന്നത് പോലെ അതൊക്കെ വെസ്റ്റേൺ ബ്ലോക്കിന്റെ ആണ്. ആ വെസ്റ്റേൺ ബ്ലോക്ക് പവർ ചെയ്തിരിക്കുന്നത്, അതായത് US അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ പവർ ചെയ്തിരിക്കുന്ന ഒരു മെയിൻ ആരെയാണ് ഈ പറഞ്ഞിരിക്കുന്ന വേൾഡ് ബാങ്ക്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്നത്. അതുപോലെ നമുക്കും ഈസ്റ്റേൺ സൈഡ്, ഈസ്റ്റേൺ ബ്ലോക്ക് റഷ്യ, ചൈന, അതുപോലെ തന്നെ ഇന്ത്യ കടങ്ങുന്ന ഈസ്റ്റേൺ സൈഡിലാണ് നമുക്കും ഇതേപോലെയുള്ള ഒരു ഓർഗനൈസേഷൻസ് ആവശ്യമായിട്ടുണ്ട്. ഒരു കൗണ്ടറിംഗ് സെക്യൂരിറ്റി ചലഞ്ചസ്, അതുപോലെ തന്നെ ആന്റി ഡ്രഗ് സെന്റർ, SCO ഡെവലപ്മെന്റ് ബാങ്ക് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളും ആവശ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും കേട്ടൊരു പരിചയമുള്ള പേരായിരിക്കും വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്, അല്ലെ? ഈ വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് പലപ്പോഴും വെസ്റ്റേൺ ബ്ലോക്ക് കൈകാര്യം ചെയ്യുന്നതാണ് വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് ആർക്കൊക്കെ കടം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വെസ്റ്റേൺ ബ്ലോക്കാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു ബ്ലോക്ക്, അതുപോലെ തന്നെ ഒരു ബാങ്ക് നമുക്ക് എന്ത് വേണം? ഈസ്റ്റേൺ ബ്ലോക്കിലും ആവശ്യമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇന്ത്യസ് റോൾ ആൻഡ് ഇൻട്രസ്റ്റ്. അപ്പൊ ഇന്ത്യ 2017 നമ്മൾ ഈ ഒരു SCO മീറ്റിംഗിന്റെ അകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്റ്റീവായിട്ട് ഇന്ത്യ സമയത്ത് സെക്യൂരിറ്റി, ട്രേഡ്, എനർജി, ഡിജിറ്റൽ എക്കണോമി, ഗ്രീൻ ഇൻഡസ്ട്രി തുടങ്ങിയ എൻ്റെ കാര്യങ്ങളിലേക്ക് ആക്റ്റീവായിട്ട് ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നിരുന്നാൽ പോലും ഇതിൻ്റെ അകത്ത് ചെറിയ രീതിയിലൊരു വിള്ളൽ വന്നിട്ടുള്ളത് നമുക്ക് ആ ഒരു ബോർഡർ ഡിസ്പ്യൂട്ട്, അതായത് ഇന്ത്യ ചൈന തമ്മിലൊരു ബോർഡർ ഇഷ്യൂസ് വന്ന സമയത്താണ് നമുക്ക് വളരെ ചെറിയ രീതിയിലുള്ളൊരു തിരിച്ചടി നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു SCO മീറ്റിംഗിൻ്റെ അകത്ത് ഇന്ത്യ വിട്ടു നിൽക്കാറുണ്ടായിരുന്നു, ഇന്ത്യനെ വിട്ടു നിൽപ്പിക്കാറുണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ കണ്ടീഷൻസിൽ നിലവിൽ 2 രാജ്യങ്ങളും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും പീസ്ഫുൾ ആയിട്ടുള്ള ബോർഡർ മാനേജ്മെന്റും അതുപോലെ തന്നെ പീപ്പിൾ ടു പീപ്പിൾ എൻഗേജ്മെന്റും, അതായത് രാജ്യങ്ങൾ തമ്മിൽ എൻഗേജ്മെന്റ്, കൾച്ചർ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, എക്കണോമിക് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, ഈ ഒരു കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല റിലേഷൻസ് കൊണ്ടുവരണം എന്നാണ് ചൈനയും ഇന്ത്യയും തീരുമാനം എടുത്തിട്ടുള്ളത്. ലീഡേഴ്സ് അഗ്രി ടു പ്രയോറിറ്റൈസ് കോപ്പറേഷൻ ഓവർ റൈവൽറി, ലേണിംഗ് ഫ്രം 75 years ഓഫ് ചൈന ഇന്ത്യ ഡിപ്ലോമാറ്റിക് റിലേഷൻസ്. അപ്പൊ ലീഡേഴ്സ് 2 പേരും കോപ്പറേറ്റ് അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൈവലറി ആയിട്ട് മുന്നോട്ട് പോകണ്ട, നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് മോഡിലേക്ക് മുന്നോട്ട് പോകാം. കാരണം 75 വർഷമായി ഇന്ത്യ ചൈന ഡിപ്ലോമാറ്റിക് റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ബോർഡർ ഡിസ്പ്യൂട്ടുകൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ വന്ന് പറയുന്ന കേസിൽ അതിന് ഇന്ത്യനെ വെറുക്കുക അല്ലെങ്കിൽ ഇന്ത്യ ചൈനനെ വെറുക്കുക, ആ ഒരു കണ്ടീഷൻസ് ഒന്നും വേണ്ട. നമുക്ക് റൈവലറി മാറിയിട്ടൊരു കോപ്പറേഷൻസ് പ്രയോറിറ്റൈസ് ചെയ്യാം, ഒരു വിൻ വിൻ പാർട്ണർഷിപ്പിൽ. അതായത് 2 രാജ്യങ്ങൾക്കും ഒരേപോലെ ഉപകാരം കിട്ടുന്ന ലെവലുള്ള റിലേഷൻസിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു തീരുമാനങ്ങളൊക്കെ ശക്തമായി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ തൊട്ട് മുന്നിലത്തെ ആർട്ടിക്കിളിൽ കണ്ടത് US വീണ്ടും ഇന്ത്യയുടെ അടുത്തേക്ക് അടുക്കാൻ ശ്രമിക്കുന്നത്. ബിക്കോസ് ഇന്ത്യ ഏതെങ്കിലും കാരണവശാൽ ചൈനയുമായിട്ടോ അല്ലെങ്കിൽ ഈസ്റ്റേൺ ബ്ലോക്കുമായിട്ടോ കൂടി ചേരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമേരിക്കക്ക് ഒരിക്കലും ഈസ്റ്റേൺ ബ്ലോക്കിലേക്ക് ഒരു ആക്സസ് കിട്ടില്ല. ബിക്കോസ് ഇന്ത്യയാണ് അമേരിക്കയുടെ ഈസ്റ്റേൺ ബ്ലോക്കിലേക്കുള്ള ഒരു ആക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, IR ബന്ധപ്പെട്ടിരിക്കുന്ന ന്യൂസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ.
So, strategic focus on future. The summit underscores the need for development decade. SCO focusing on technology, security and anti-terror efforts, finance and sustainable growth. അപ്പം ഈ ഒരു സമ്മിറ്റ് ഈ ഒരു കാലഘട്ടം ഡെവലപ്മെന്റ് ഡീക്കേഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ദാറ്റ് മീൻസ് SCO പറയുന്നത് നമുക്കിനി അടുത്ത ഒരു 10 വർഷം നമ്മുടെ ഡെവലപ്മെന്റ് ഡീക്കേഡ് ആണ്. ആ ഡീക്കേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശതവർഷം, ഒരു 10 വർഷമാണ് പറയുന്നത്. അപ്പം ആ കാലഘട്ടം നമ്മൾ എന്തിനു ഫോക്കസ് ചെയ്യണം? ടെക്നോളജി, സെക്യൂരിറ്റി, ആന്റി ടെറർ എഫേർട്സ്, ഫിനാൻസ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. ഈ ഒരു കാര്യങ്ങളിലെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ഇനി SCO മീറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ചൈന തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചൈനാസ് ലീഡർഷിപ്പ് ഹൈലൈറ്റഡ് അഡയറൻസ് ടു 5 പ്രിൻസിപ്പിൾസ് ഓഫ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആൻഡ് മൾട്ടിലാറ്ററലിസം ആസ് ദ ബേസിസ് ഫോർ റിസോൾവിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് കൺസേൺസ്. അതായത് 5 പ്രിൻസിപ്പിൾസ് ചൈന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, അതായത് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ മൾട്ടിലാറ്ററലിസം കൊണ്ടുവരാം, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഒരേ ഫ്രണ്ട്ഷിപ്പ് മോഡിൽ പോവാം എന്നാണ് ചൈന ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ബോർഡർ ആൻഡ് ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും SCO പോയിസ്ഡ് as a platform to foster stability, prosperity and economic growth across Eurasia and South Asia with India-China combined diplomatic engagement key for the group's future. അതായത് SCO മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റീജിയൻ കംപ്ലീറ്റ്ലി സ്റ്റെബിലൈസ്ഡ് ആയിരിക്കണം, ഒരു ഇഷ്യൂസ് ഉണ്ടാകാൻ പാടില്ല, പ്രോസ്പർ ആയിരിക്കണം, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരിക്കണം എല്ലാ രാജ്യങ്ങൾക്കും. അക്രോസ് യൂറേഷ്യൻ, സൗത്ത് ഏഷ്യ ആയിക്കോട്ടെ, യൂറേഷ്യ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇന്ത്യ ചൈന ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ് ഉണ്ടായിരിക്കണം. അപ്പം ഈ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനകത്ത് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ട 2-3 പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. SCO മീറ്റിങ്ങിനകത്ത് ഇന്ത്യ ആക്റ്റീവായിട്ട് പങ്കെടുക്കുമെന്നുള്ളതും ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഇനി ഒരു ഡെവലപ്മെന്റ് ഡീക്കേഡ് ആണ് SCOന്റെ അകത്ത് ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ട് ടെക്നോളജി, സെക്യൂരിറ്റി, ആന്റി ടെറർ എഫേർട്ട് ആൻഡ് ഫിനാൻസ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു ന്യൂസിന്റെ കണ്ടക്സ്റ്റ് മാത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുക. കുഞ്ഞു കുഞ്ഞു പോയിന്റുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുന്നത് മാക്സിമം ഒന്ന് നിർത്താൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അത് ചിലപ്പം മൈൻഡിൽ വരില്ല ആ ഒരു പോയിന്റുകളൊന്നും. എന്ത് ചെയ്യാം, എന്താണ് ഈ ഒരു ന്യൂസ്, ഈ ന്യൂസിന്റെ കണ്ടക്സ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ദ ബിൽഡ് റോഡ്സ് ഈസ് ടു ബിൽഡ് പീസ്. ടു ബിൽഡ് റോഡ്സ് ഈസ് ടു ബിൽഡ് പീസ്. ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്നത് നമ്മുടെ മാവോയിസ്റ്റ് എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ ഈ ട്രൈബൽ ഒക്കെ കൂടുതൽ താമസിക്കുന്ന ഒരു ഏരിയ പലപ്പോഴും റോഡ് ആക്സസ് ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചില മൂവീസിലൊക്കെ പോർട്രേ ചെയ്യുന്ന പോലെ ഈ മാവോയിസ്റ്റ് എഫക്റ്റഡ് ഏരിയയിലേക്കുള്ള പ്രോപ്പർ ആയിട്ടുള്ള റോഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത് ബിൽഡിംഗ് റോഡ് സിഗ്നിഫൈസ് മോർ ദൻ ഇംപ്രൂവ് ട്രാൻസ്പോർട്ട്. അതായത് ഇത്തരം മാവോയിസ്റ്റ് എഫക്റ്റഡ് ആയ ഏരിയാസിനകത്തേക്ക് നമ്മൾ റോഡുകൾ കണക്ട് ചെയ്യണം. അപ്പം അവരുമായിട്ടുള്ള കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതായത് റോഡ് ബിൽഡ് ചെയ്ത് അവരുടെ നാടുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർമൽ ഗവേണൻസ് ആണ്. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്, ഒരു ലെജിറ്റിമേറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഞങ്ങൾക്കുള്ളത്, ഞങ്ങൾക്ക് റോഡ് തന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അവിടുത്തെ നാട്ടുകാർക്ക് മനസ്സിലാവും. അപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഈ മാവോയിസ്റ്റ് വന്നിട്ട് ഇവരെ ഭരിക്കുന്ന കാര്യങ്ങളൊക്കെ നിർത്താൻ സാധിക്കും. ഓക്കെ, അപ്പം അങ്ങനെ റോഡൊക്കെ പണിയ സമയത്ത് അവർ മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊരു തോന്നൽ അവർക്ക് വരും. അതായത് ഒരു ഗ്രാമത്തിലേക്ക് നമ്മളൊരു റോഡ് പണിഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർക്ക് ഗവൺമെന്റിനുള്ള ട്രസ്റ്റ് കൂടും. ഞങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ മാറ്റി നിർത്തുന്നില്ല, ഗവൺമെന്റ് ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായിരിക്കും. ഇത് പണിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവർ തീരുമാനിക്കും, ഓക്കെ ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്, ഞങ്ങളെ മാർജിനലൈസ് ചെയ്യാണ് ഞങ്ങളുടെ ഗവൺമെന്റ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റ് മാവോയിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ വന്നിട്ട് അവർക്ക് ആവശ്യമുള്ള ലോക്കൽ സപ്പോർട്ട് കൊടുക്കും. അവരെന്താവും, ഈ കമ്മ്യൂണിറ്റി ഈ മാവോയിസ്റ്റുകൾ പറയുന്ന കണ്ടീഷൻസിലേക്ക് ഫോക്കസ് ചെയ്യും. ഓക്കെ, അപ്പം ആ ഗവൺമെന്റിനെതിരെയുള്ള ആയുധങ്ങൾ ഈ ഒരു ഗ്രാമങ്ങളിലെ ആളുകൾ പോലും എടുക്കും. അതാണ് ഈ ആർട്ടിക്കിൾ പറയുന്ന മെയിൻ കണ്ടക്സ്റ്റ് എന്ന് പറയുന്നത്. The lack of state infrastructure in remote and conflict-prone regions allows insurgents or extra-legal actors to fill the governance gap by running informal courts, dispensing medical aid and levying taxes. അതായത് ഇത്തരം സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഈ മാവോയിസ്റ്റുകളോ മറ്റ് എക്സ്ട്രാ ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് വരും, അവരൊക്കെ വന്നിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അവിടെ കോർട്ട് പോലെയൊക്കെ അവിടെ പലപ്പോഴും ചെറിയ രീതിയിൽ റൺ ചെയ്യും. അവർക്ക് ആവശ്യമുള്ള മെഡിക്കൽ സപ്പോർട്ടും ടാക്സസുകൾ ലെവി ചെയ്തിട്ട് ഒരു പാരലൽ ഗവൺമെന്റ് അവർ റൺ ചെയ്യും. അപ്പം ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഗവൺമെന്റിലെ വിശ്വാസം അവർക്ക് പോകും. Okay, roads as engines of peace and development. Rural road construction stabilizes conflict-affected areas, reduces violence, and enhances access to essential services like education, electricity, markets, and healthcare. അതായത് റൂറൽ റോഡ് കൺസ്ട്രക്ഷൻസിൽ മെയിനായിട്ട് ഈ കോൺഫ്ലിക്ട് എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിനകത്തേക്ക്, അതായത് ഇഷ്യൂസ് നടക്കുന്ന ഏരിയാസിനകത്തേക്ക് നമ്മൾ റോഡ് പണിയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് മെയിനായിട്ട് വയലൻസുകൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ എസെൻഷ്യൽ സർവീസസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ഇലക്ട്രിസിറ്റി, മാർക്കറ്റ്സ്, ഹെൽത്ത് കെയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഗ്രാമങ്ങളിലെ ആളുകൾക്ക് ആക്സസ് കിട്ടും. അതായത് മെയിൻ പട്ടണമായിട്ട് ഇവർക്ക് ആക്സസ് കിട്ടും. അപ്പൊ ഇവര് നമ്മുടെ എല്ലാം ഭാഗമാണെന്നുള്ള കാര്യം അവർക്ക് തോന്നും. ഇൻ ദ റെഡ് കോറിഡോർ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ റോഡ്സ് ഹാവ് ലെഡ് ടു സോഷ്യൽ ആൻഡ് എക്കണോമിക് റീജനറേഷൻ. അപ്പം
ഈ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും ഈ ഒരു മാവോയിസ്റ്റ് എഫക്റ്റഡ് ആയിട്ടുള്ള റീജിയൻസ് ആണ്. അപ്പോൾ അവിടെ റെഡ് കോറിഡോർ എന്ന ബേസിൽ നമ്മൾ റോഡൊക്കെ പണിഞ്ഞ സമയത്ത് അതിനകത്ത് വളരെ വലിയൊരു എക്കണോമിക് റീജനറേഷൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് ഇൻസർജൻസിനെ കംപ്ലീറ്റ്ലി പുഷ് ചെയ്ത് മാറ്റിയിട്ട് ഒരു ഐസൊലേറ്റഡ് കമ്മ്യൂണിറ്റീസിനൊക്കെ നമ്മുടെ ഭാഗമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു റെഡ് കോറിഡോർ എന്ന ലെവലിൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പണിഞ്ഞ സമയത്ത്. പിന്നെ സ്റ്റേറ്റ് ലെജിറ്റിമസി വേസ് ഇൻസർജന്റ് ഗവർണൻസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ റോഡ് പണിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് എന്ത് സംഭവിക്കും? അവിടേക്ക് ആക്സസ് നമുക്ക് കട്ടാവും. മെയിൻ സ്ട്രീമിൽ നിന്ന് അല്ലെങ്കിൽ മെയിൻ ഗവൺമെന്റ് അവിടേക്കുള്ള ആക്സസ് കട്ടാവും. ഓട്ടോമാറ്റിക്കലി ആ ഒരു ഗ്രാമത്തിലേക്കും ഇൻസർജന്റ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാവോയിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ മൊത്തം തീരുമാനിക്കും. അവരൊരു പാരലൽ ഗവൺമെന്റ് അവിടെ അങ്ങ് റൺ ചെയ്യും. അപ്പം അവർ ലോക്കൽ ലെജിറ്റിമസി, അതായത് ആ ഗ്രാമത്തിലെ ആളുകൾക്ക് അവർക്ക് ലെജിറ്റിമേറ്റ് ആയി തോന്നുന്ന ആളുകൾ ആരായിരിക്കും? ഈ മാവോയിസ്റ്റുകളായിരിക്കും. അപ്പം അവർ ശരിക്കും പറഞ്ഞാൽ അതൊരു ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമൊന്നല്ല. അവർക്ക് മെയിനായിട്ട് എന്താണ് വേണ്ടത്? അവർക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായിരിക്കും. ഓക്കെ, legitimacy in governance cannot be achieved by coerce alone. Transparent, accountable, and participatory institutions are crucial for sustainable peace. Okay, in safeguards and inclusive development, introducing state institutions via road connectivity must happen alongside democratic safeguards and effective public consultation. അതായത് റോഡ് പണിയുന്ന സമയത്ത് ഇതിൽ പറയുന്ന മറ്റൊരു പോയിന്റ് ആണ്, ചുമ്മാ പോയിട്ട് റോഡ് അങ്ങോട്ട് പണിയാൻ മാത്രമല്ല. ഓക്കെ, ആ റോഡ് പണിയുന്ന സമയത്ത് പബ്ലിക് കൺസൾട്ടേഷൻ ആവശ്യമായിട്ടുണ്ട്. അവിടുത്തെ ആളുകളോട് ചോദിക്കുക, നിങ്ങൾക്ക് എവിടെ വരെ റോഡ് ആവശ്യമായിട്ടുണ്ട് തുടങ്ങിയ അതായത് ആ പബ്ലിക്കും കൂടി ഇതിനകത്ത് എൻഗേജ്ഡ് ആണെന്നുള്ള ഒരു രീതിയിൽ വരുത്തി തീർന്നാൽ മാത്രമാണ് ഈ റോഡ് കൺസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ വയലൊക്കെ നികത്തി അതിലേക്ക് റോഡ് പണിയുന്ന സമയത്ത് അവരെന്താവും? മേ ബി അവര് ട്രിഗർ ചെയ്യും. ദാറ്റ് മീൻസ് നല്ലതിന് വിചാരിച്ച കാര്യം ചിലപ്പോൾ നമുക്കൊരു സോഷ്യൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കും, നമ്മൾക്ക് നമ്മുടെ ഒരു റോഡ് പണിയുന്ന ആളുകൾ ഗവൺമെന്റിനെതിരെയുള്ള സോഷ്യൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കും അത് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പബ്ലിക് കൺസൾട്ടേഷനോട് കൂടി തന്നെ ഈ റോഡ് കണക്ടിവിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് ഒരു ഡെമോക്രാറ്റിക് സേഫ് ഗാർഡ്സ് അവർക്ക് ലഭിക്കുന്നു എന്ന് അവർക്ക് പോലും ഫീൽ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ ഈസ് നോട്ട് ജസ്റ്റ് ടെക്നിക്കൽ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന ഒരിക്കലും ടെക്നിക്കൽ മാത്രമല്ല, ജസ്റ്റ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊരു പൊളിറ്റിക്കലും കൂടിയാണ്. അതുപോലെ തന്നെ ആ ഒരു കമ്മ്യൂണിറ്റീനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നു. അതായത് ടോട്ടൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സോഷ്യൽ എൻഗേജ്മെന്റും കൂടിയാണ് ജസ്റ്റ് ഒരു റോഡ് പണിയുന്നതാണെങ്കിൽ പോലും. ചുമ്മാ റോഡ് പണിയത് മാത്രമല്ല എന്നാണ് ഈ ആർട്ടിക്കിൾ ഓതർ പറയുന്നത്. Studies show better road connectivity correlates with the reductions in rural violence and crime and increased state service access. അതായത് പല സ്റ്റഡീസുകളും കണ്ടക്ട് ചെയ്ത സമയത്ത് അവർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് കണക്ടിവിറ്റിയുള്ള ഏരിയാസിൻ്റെ അകത്തേക്ക് വയലൻസുകൾ കുറവായിരിക്കും, ക്രൈം കുറവായിരിക്കും, അതുപോലെ തന്നെ സ്റ്റേറ്റ് സർവീസുകൾ മാക്സിമം അവർക്ക് ലഭിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഒബിയസ്ലി കറക്റ്റുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ GS3 ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയാസിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഏരിയാസിൻ്റെക്കും ഈ ഒരു പോയിന്റ്, ഈ ഒരു 4 പോയിന്റ് വ്യക്തമായിട്ട് ഓർത്ത് വെച്ചോളൂ. നിങ്ങളുടെ മെയിൻ ആൻസർ റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, മൂവിംഗ് ഓൺ ടു ഫൈനൽ ആർട്ടിക്കിൾ, rampant development not climate pushing Himalayas to the edge. ഓക്കെ, ഈ ആർട്ടിക്കിൾ ഞാൻ കുറച്ചൊന്ന് സ്പീഡ് പോകാം. അപ്പം ബാക്കിയുള്ള നിങ്ങൾ സ്ലൈഡ് ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു കേട്ടോ. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഡിവാസ്റ്റേറ്റിംഗ് ഫ്ലഡ് ആൻഡ് ലാൻഡ് സ്ലൈഡ്സ് നമ്മുടെ പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലൊക്കെ നടന്നിട്ടുണ്ട്, ഹിമാചൽ പ്രദേശ് കാശ്മീരിലൊക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫ്ലഡോ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉൾപ്പെടലോ ഉണ്ടായിരിക്കുന്നത് നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് കാണാൻ സാധിക്കില്ല. പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്. അതായത് നമ്മൾ മനുഷ്യന്മാർ ഉണ്ടാക്കിയിരിക്കുന്ന ഡിസാസ്റ്റേഴ്സ് ആണ്. എങ്ങനെയാണ് മനുഷ്യന്മാർ ഉണ്ടാക്കിയിട്ടുള്ളത്? അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, അതായത് ഒരു പ്രോപ്പർ മെത്തേഡ് അല്ലാത്ത ലെവലിൽ ഡെവലപ്മെന്റ്, ഡീഫോറസ്റ്റേഷൻ, കാട് വെട്ടിത്തെളിക്കുക, അതുപോലെ ഫ്ലോഡ് ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ്. ഫ്ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാനിങ് ഇല്ലാതെ എവിടേക്കെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ പണിയാൻ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ലാൻഡ് സ്ലൈഡ്സിന് കാരണമായിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഹിമാലയ റോഡ് ബിൽഡിംഗ്. അപ്പോൾ ഹിമാലയ റോഡ് ബിൽഡിംഗ് സമയത്ത് ഹിമാലയത്തിന്റെ പല ഭാഗങ്ങളും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന കണ്ടീഷൻസിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ആ ഒരു എക്കോളജിക്കൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സോൺ ആണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എന്ത് ചെയ്തു? ആ ഫ്രജൈൽ ആയിട്ടുള്ള കംപ്ലീറ്റ് ഏരിയാസിനെ കംപ്ലീറ്റ്ലി അവിടെയൊക്കെ ഇടിച്ചു പൊളിച്ച് അവർ ഇൻസ്റ്റബിലിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ ചെയ്തിട്ടുണ്ട്. ആ ഇൻസ്റ്റബിലിറ്റിയാണ് പിന്നീട് ക്ലൗഡ് ബേസ്റ്റുകളായിട്ടും അതുപോലെ തന്നെ ഫ്ലഡുകളായിട്ടും ലാൻഡ് സ്ലൈഡുകളായിട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനൊക്കെ മെയിൻ കാരണം എന്താണ്? മെയിൻ ഡ്രൈവേഴ്സ് ഓഫ് ദ കറന്റ് ഡിസാസ്റ്റേഴ്സ് ആർ ദ ഹ്യൂമൻ ഇന്റർവെൻഷൻസ്. അതായത് കൺസ്ട്രക്ഷൻസ് ഓൺ അൺസ്റ്റേബിൾ സ്ലോപ്സ്. അതായത് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്ലോപ്പ് നമ്മൾ എന്ത് ചെയ്യും? ആ സ്ലോപ്പ് കട്ട് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും ഒരു ടൂറിസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും പണിഞ്ഞു വെക്കും. അപ്പോൾ പൂർ ആയിട്ടുള്ള ലാൻഡ് യൂസ് പ്ലാനിങ്, എങ്ങനെയാണ് അവിടുത്തെ ലാൻഡ് ഉള്ളത്, ആ ലാൻഡ് യൂസ് പ്ലാനിങ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം അവിടുത്തെ പലതരത്തിലുള്ള ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസുകളും സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ഉൾപ്പൊട്ടലുകളും നമ്മുടെ വെസ്റ്റേൺ ഗഡ്സ് നടന്നത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു റീസെന്റ് ആയിട്ട് ചുവരൽമല നടന്നിരിക്കുന്ന ഉൾപ്പൊട്ടലാണെങ്കിൽ പോലും. കാരണം കസ്തൂരിരംഗൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ഓൾറെഡി മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ഉൾപ്പെട്ടാൻ സാധ്യതയുള്ള ഫ്രജൈലായിട്ടുള്ള ഏരിയ എന്നുള്ളത്. ബട്ട് അവിടെ കൺസ്ട്രക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഗവൺമെന്റ് ആ ഒരു റിപ്പോർട്ടിനെ കംപ്ലീറ്റ്ലി പാടെ തള്ളുകയുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ആ ഒരു ഇൻസിഡന്റ് അവിടെ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്.
സോ ദ സെയിം എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റോ അല്ലെങ്കിൽ എൻവയോൺമെന്റ് എങ്ങനെ ബാധിക്കുമെന്ന് അറിയാതെയാണ് ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻസ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രീക്വന്റ് ഇവന്റ്സ് ലൈക്ക് ക്ലൗഡ് ബസ്റ്റുകൾ, ലാൻഡ് സ്ലൈഡ്സുകൾ, ഫ്ലഡുകൾ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്യും, അവിടുത്തെ കംപ്ലീറ്റ് ഡെവലപ്മെന്റിനെ ബാധിക്കുകയും ചെയ്യും. ഓക്കെ. So, in legal and policy interventions, the Supreme Court and disaster risk experts have called for a moratorium on major construction in the vulnerable mountain zones. അപ്പോൾ ഓൾറെഡി ഇത്ര ലാൻഡ് സ്ലൈഡുകളും കാര്യങ്ങളും ഉണ്ടായ സമയത്ത് സുപ്രീം കോടതി പറഞ്ഞു, ഇനി നിങ്ങൾ ഹിമാലയത്തിലുള്ള റോഡ് പണി നിങ്ങൾ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കും. കാരണം ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നടത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ അവിടുത്തെ റോഡ് പണി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. Authorities emphasize the need to respect the carrying capacity of mountains areas and use genuinely independent scientific disaster risk assessment. അതായത് അതോറിറ്റീസ് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചുമ്മാ മൗണ്ടനിലൂടെ റോഡ് പണിയുന്നതല്ല, നിങ്ങൾ മൗണ്ടനിൽ എന്ത് തരത്തിലുള്ള കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ പോലും ആ മൗണ്ടന്റെ ക്യാരിങ് കപ്പാസിറ്റി, അതായത് അവർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ക്യാരിങ് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, ആ മണ്ണിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അസസ്മെന്റ് ചെയ്തതിന് ശേഷം മാത്രം, സയന്റിഫിക്കലി ഡിസാസ്റ്റർ റിസ്ക് അസസ്മെന്റ് ഒക്കെ നടത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾക്ക് അപ്രൂവൽ കൊടുക്കുക. അത് അതോറിറ്റീസിനോട് പറഞ്ഞ കാര്യമാണ്. സയന്റിഫിക്കലി ആ ഒരു ഡിസാസ്റ്റർ റിസ്ക് അസസ്മെന്റ് ഒക്കെ നടത്തിയതിനു ശേഷം മാത്രം ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കാം. സൊല്യൂഷൻസ് റെക്കമെൻഡേഷൻ, എന്തൊക്കെയാണ് നമുക്ക് സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റുന്നത്? ഓൾ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്സ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ് ഇൻ ദി ഹിമാലയാസ് ഷുഡ് സ്ട്രിക്ട്ലി അവോയ്ഡ് അൺസേഫ് ഓർ ഹൈ റിസ്ക് ലൊക്കേഷൻസ്. അതായത് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പണിയുന്നത് റോഡായിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, അപ്പൊ ഹിമാലയത്തിൽ അൺറിസ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള ഏരിയാസിന്റെ അകത്തേക്ക് പണിയുന്നത് മാക്സിമം കുറക്കാം. ഇതിൽ മറ്റൊരു കാര്യം പറയുന്നത്, ഇനി അങ്ങനെ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്മെന്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ, community driven and natural based solutions incorporating local knowledge are critical for ensuring both disaster resilience and sustainable development. അതിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ഒരു സയന്റിഫിക് ഡിസാസ്റ്റർ അസസ്മെന്റ് മാത്രം നടത്തിയാൽ പോരാ, നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ, അതായത് അവിടുത്തെ ആളുകളോട്, അവിടുത്തെ ലോക്കൽ ആളുകളോട് ചോദിച്ചുകൊണ്ട് അവരുടെ നോളജും കൂടി ഇൻകൾക്കേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ബിൽഡിങ്ങിലേക്ക് പോകാൻ. കാരണം ബിക്കോസ് നമ്മുടെ സയന്റിഫിക് ഡിസാസ്റ്ററിനെ അസസ്മെന്റിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അവിടുത്തെ ലോക്കൽ പീപ്പിൾസ് പറയുന്ന കാര്യം. കാരണം അവർ ഏരിയ ഫ്രജൈലാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ ആളുകൾക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ടുള്ള ഒരു റിസ്ക് ഫ്രീ അസസ്മെന്റുകൾ നടത്തിയതിനു ശേഷം മാത്രം അവിടെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കൊണ്ടുവരും. അപ്പം നമുക്ക് ഡിസാസ്റ്റർ റെസിഡൻസ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരും. ഇത്തരം ഡിസാസ്റ്റേഴ്സ് നമുക്ക് ബ്ലോക്ക് ചെയ്ത് ഇല്ലാതാക്കാൻ പറ്റും. അപ്പൊ ബിൽഡിംഗ് ക്ലൈമറ്റ് ലിറ്ററസി ഇൻ മൗണ്ടൻ കമ്മ്യൂണിറ്റീസ് ഈസ് വൈറ്റൽ സോ ദാറ്റ് ലോക്കൽസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ഗവേണൻസ് ആൻഡ് റിസ്ക് റിഡക്ഷൻ. അപ്പൊ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ കമ്മ്യൂണിറ്റിനെ ഇൻക്ലൂഡ്, അവിടുത്തെ ആ ലോക്കൽ ആളുകളെ കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ച് നമുക്ക് ഈ റോഡ് പണിയോ അല്ലെങ്കിൽ മറ്റേ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ നടക്കും. ആ ഒരു കമ്മ്യൂണിറ്റീസിനെ എൻഗേജ് ചെയ്യിപ്പിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, തൊട്ട് മുന്നിലത്തെ ആർട്ടിക്കിൾ പറഞ്ഞ പോലെ തന്നെ, ആ കമ്മ്യൂണിറ്റീസിനെ എൻഗേജ് ചെയ്യിപ്പിച്ചു എന്ന് അവർക്ക് ഒരു തോന്നലുണ്ടാവുകയും ചെയ്യും. അവർക്ക് ആ സ്റ്റേറ്റിന്റെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഗവൺമെന്റിന് അവർക്ക് വിശ്വാസം വരികയും ചെയ്യും. അതിനുപരി അവരുടെ ആ ഒരു നോളജ്, ലോക്കൽ നോളജിനെ നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കൺസ്ട്രക്ഷൻസും അല്ല അതിന്റെ സേഫ്റ്റിയും അതിന്റെ സേഫ് ഗാർഡ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി കമ്മ്യൂണിറ്റി തന്നെയാണ് ഫോക്കസ് ചെയ്യുക. അപ്പം സോ ഇത്രയുമാണ് ഈ ആർട്ടിക്കിൾ നോക്കാനുള്ളത്. അപ്പം കോൾ ഫോർ അർജന്റ് ആക്ഷൻസ്, corrections in the current development approaches, balancing economy. അതായത് കറണ്ട് ഡെവലപ്മെന്റ് ആക്ഷൻസുകൾ ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് ഫോക്കസ് ചെയ്ത് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ആർട്ടിക്കിൾ നോക്കാനുള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങളുടെ മെയിൻ ആൻസർ റൈറ്റിംഗിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പോയിന്റ് ആയിരിക്കും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ഒരു ബുള്ളറ്റ് പോയിന്റിൽ നിങ്ങൾ ഏത് പ്രോഗ്രാം വരുന്ന സമയത്തും ഇതൊരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻസ് കൊണ്ടുവന്നുകയാണെങ്കിൽ സ്റ്റേറ്റ് ലെജിറ്റിമസി എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും? സ്റ്റേറ്റിനോടുള്ള ഒരു വിശ്വാസം അവർ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ലോക്കൽ നോളജ് നമുക്ക് ഹാർനസ് ചെയ്യാൻ പറ്റും. അവിടുത്തെ ലോക്കൽ ആളുകളുടെ നോളജ് ഹാർനസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റൈവൽറീസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതിനെ സേഫ് ആക്കി വെക്കുന്നത് അവരുടെ തന്നെ ഉത്തരവാദിത്തമായിരിക്കും. നമ്മൾ എന്ത് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആളുകളൊക്കെ ചേർന്ന് പണിയുന്ന സമയത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഉത്തരവാദിത്തം അവർക്ക് തന്നെയായിരിക്കും. ചുമ്മാ ഗവൺമെന്റ് അവിടെ ചെയ്യുന്നതിന് പകരമായിട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ കൂടി ഇൻകൾക്കേറ്റ് ചെയ്യുക എന്നുള്ള പോയിന്റ് നിങ്ങളുടെ ഏത് മെയിൻസ് പോയിന്റ് എഴുതിയാലും നല്ല രീതിയിൽ മാർക്ക് കിട്ടുന്ന പോയിന്റാണ്. ഓക്കെ. സോ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ആർട്ടിക്കിൾസിൽ, ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നോക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ആർട്ടിക്കിൾസ്. ഒരുപാട് ആർട്ടിക്കിൾസ് അവൈലബിൾ ആയിട്ടുണ്ട്. ബട്ട് ടൈം ലിമിറ്റ് കൊണ്ടാണ് നമ്മൾ 5 ആർട്ടിക്കിൾസ് മാത്രം എടുക്കുന്നത്. ഫോർ എനി ഡൗട്ട്സ് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. എനിവേ, താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.